അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ ഫേമസ് ആയ നവാസിക്കാന്റെ തട്ടുകട. ഹായ് നവാസിക്ക. ഇവിടുത്തെ ചറുമുറിന് ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ. ഇത്രയും ഫാൻസ് വരാൻ എന്താ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? ഇവിടെ ഇപ്പോൾ ഓൾറെഡി സൂപ്പ് ചറുമുറു ബുൾസയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ കുറേ കൊല്ലം മുന്നേ നമ്മൾ ചെറുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പരിചയത്തിൽ കുറേ ആൾക്കാർ വരുന്നത്. ഇവിടെ ചറുമുറു മാത്രമല്ല, അവിൽ മിൽക്ക്, ചിക്കൻ ഫ്രൈ, നെയ്പ്പത്തിൽ, ഉപ്പിലിട്ടത്, ഇങ്ങനെയുള്ള ഐറ്റംസും കൂടെ ഉണ്ട്. ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ് ചറുമുറു. ആള് കുറെ നേരമായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്ത് വെച്ചിട്ട് ഈ ചറുമുറു ഉണ്ടാക്കുന്നതെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊരി. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവർ ചേർക്കുന്നുണ്ട്. ഉള്ളി, തക്കാളി, ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ നവാസിക്ക് കാര്യമായിട്ട് ആരോടോ ഭയങ്കര സംസാരം. അത് വേറെ ആരുമല്ല ഗൈസ്, എൻ്റെ അനിയൻ. എൻ്റെ അനിയൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണെന്നാണ് നവാസിക്ക് പറയുന്നത്. ഡെയിലി വരാറുണ്ട് അത്രേ. പിന്നെ അപ്പുറത്തൊരാള് ആരോടും മിണ്ടാണ്ട് കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ നെയ്പ്പത്തിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയാന്നറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചറുമുറു റെഡിയായി. സ്വന്തം വീട്ടിൽ അടുക്കളയിൽ നിന്ന് ഉച്ചക്കുള്ള ചോറ് എടുത്തു പോകുന്ന പോലെയാണ് എൻ്റെ അനിയൻ ആ ചറുമുറു എടുത്തുകൊണ്ട് പോകുന്നത്. അനിയൻ മാത്രമല്ല ഗൈസ്, ചറുമുറു കഴിക്കാൻ എൻ്റെ 2 ചേച്ചിയും അനിയത്തിയായ പാറും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് നല്ല സ്വാദിഷ്ടമായ ചറുമുറു അതങ്ങോട്ട് കഴിക്കുക. പാറുവിന് ചറുമുറു അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നുണ്ട്. അവൾക്ക് ചറുമുറു ഇഷ്ടമല്ലാത്ത കാരണം ഞങ്ങളൊരു നെയ്പ്പത്തിലും കൂടെ പറഞ്ഞ്. അവക്കാണ് പറഞ്ഞതെങ്കിലും കഴിക്കുന്നത് എൻ്റെ ചേച്ചിമാരും അനിയനും കൂടെയാണ്. എന്നൊക്കെ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.